നമ്മുടെയൊക്കെ ലോകത്തെ രൂപപ്പെടുത്തിയ പക്ഷേ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന വളരെ ശക്തമായ ഒരു വികാരമുണ്ട്. അതാണ് ദേശീയത. ഇന്ന് നമ്മൾ അതിന്റെ ഉള്ളറകളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. അപ്പോ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്താണ് ഒരു കൂട്ടം ആളുകളെ ഒരു രാഷ്ട്രമാക്കി മാറ്റുന്നതെന്ന്? അതവരുടെ ഭാഷയാണോ, അതോ സംസ്കാരമോ, അല്ലെങ്കിൽ ചിലപ്പോ അതിനൊക്കെ അപ്പുറം മറ്റെന്തെങ്കിലുമാണോ? ഈയൊരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും ഐഡന്റിറ്റിയെക്കുറിച്ചാണ്. അപ്പൊ ശരി, ഈ ദേശീയത എന്ന് കേൾക്കുമ്പോൾ എന്താണ് ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? നമുക്കതിന്റെ ഏറ്റവും ബേസിക്കായ ഐഡിയയിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? അതായത് സംഭവം സിംപിളാണ്. ഒരേപോലത്തെ ചരിത്രവും ഭാഷയും സംസ്കാരവുമൊക്കെയുള്ള ആളുകൾ ഒരുമിച്ചൊരു സ്വന്തം രാഷ്ട്രമുണ്ടാക്കണം എന്നൊരു രാഷ്ട്രീയ വിശ്വാസമാണ് ദേശീയത. ഇതൊരു തിയറി മാത്രമല്ല, സ്വന്തം നാടിനോടുള്ള നമ്മുടെ ഒരു ഇമോഷണൽ കണക്ഷൻ കൂടിയാണ്. ഞങ്ങൾ തന്നെ ഭരിച്ചോളാം എന്നൊരു പ്രഖ്യാപനം. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തോട് നമുക്കെല്ലാവർക്കും തോന്നുന്ന ആ ഒരു സ്നേഹമില്ലേ, ആ ഒരു കൂറ്, അതാണ് സംഭവം. നമ്മളെയെല്ലാം ഒന്നിച്ചു നിർത്തുന്ന, നമ്മുടെ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പവർഫുൾ ഫീലിംഗ്. പക്ഷേ ഒരു സംശയം, ഈ പറയുന്ന ദേശീയതയെല്ലാം ഒന്നാണോ? ഒരിക്കലുമല്ല. ഇതിന് പല മുഖങ്ങളുണ്ട്, പല ഭാവങ്ങളുണ്ട്. ഓരോന്നിനും അതിന്റേതായ ക്യാരക്ടറും ലക്ഷ്യങ്ങളുമുണ്ട്. ഇതിന് നമുക്ക് പ്രധാനമായും രണ്ടായിട്ട് കാണാം. ഒന്ന്, വംശീയ ദേശീയത. ഇത് ശരിക്കും നമ്മൾ ജനിച്ചു വീഴുന്ന ഒരു കുടുംബം പോലെയാണ്. അവിടെ രക്തബന്ധത്തിനാണ് പ്രാധാന്യം. പിന്നെ രണ്ടാമത്തേത് പൗരദേശീയത. ഇത് കുറച്ചുകൂടി ഒരു ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് പോലെയാണ്. അവിടത്തെ നിയമങ്ങളും ഐഡിയോളജിയും ഒക്കെ ആണെങ്കിൽ ആർക്കും അതിന്റെ ഭാഗമാകാം. ഇത് ശരിക്കും ഒരു കോയിനിന്റെ രണ്ട് വശം പോലെയാണ്. ചില സമയങ്ങളിൽ ഈ ദേശീയത ഒരു വിമോചനത്തിന്റെ ആയുധമാകും, വിദേശ ശക്തികളെ തുരത്താനുള്ള ഒരു വലിയ ഫോഴ്സ്. പക്ഷെ അതേസമയം തന്നെ മറ്റു രാജ്യങ്ങളെ കീഴടക്കാനും അവരെ അടക്കി ഭരിക്കാനുമുള്ള ഒരു കാരണമായും ഇതിനെ ഉപയോഗിക്കാം. അപ്പോ എന്തൊക്കെ ചേരുമ്പോഴാണ് ഈ പറയുന്ന ദേശീയത ഉണ്ടാകുന്നത്? ഇതിന്റെയൊക്കെ വേരുകൾ എവിടെയാണോ? ഓക്കെ, നമുക്ക് ഈ ഐഡിയയുടെ ഒരു സ്ട്രക്ചറും അതിന്റെ ഒറിജിനും ഒന്ന് നോക്കാം. ഒരു ദേശീയതയെ ഒരുമിച്ച് നിർത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. നോക്കൂ, ഒരു കോമൺ ചരിത്രം, ഒരേപോലത്തെ സംസ്കാരം, പിന്നെ നമുക്ക് സ്വന്തമായി ഒരു മണ്ണ്, ഒരു പ്രദേശം, നമ്മൾ തന്നെ ഭരിക്കണമെന്നുള്ളൊരാഗ്രഹം, പിന്നെ നമ്മുടെ പതാക, ദേശീയഗാനം പോലുള്ള സിംബലുകൾ. ഏറ്റവും പ്രധാനമായി നമ്മളെല്ലാവരും ഒന്നാണ്, ഒരു കമ്മ്യൂണിറ്റിയാണ് എന്ന ആ ഒരു ഫീലിംഗ്. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്, ഇതിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ഈ ദേശീയത എന്ന ആശയം മനുഷ്യനോടം തന്നെ പഴക്കമുള്ളതാണോ, അതോ ഇതൊരു പുതിയ കണ്ടുപിടുത്തമാണോ, ഒരു മോഡേൺ ഐഡിയ ആണോ? ഇതിനെപ്പറ്റി രണ്ട് പ്രധാന തിയറികളുണ്ട്. ഒന്നാമത്തെ കൂട്ടർ പറയുന്നത് രാഷ്ട്രങ്ങൾ പണ്ടേയുള്ളതാണ്, അത് നാച്ചുറലാണ്, നമ്മുടെ രക്തത്തിലുള്ളതാണ് എന്നൊക്കെയാണ്. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ പറയുന്നത് അങ്ങനെയല്ല, ഇത് ഈയടുത്ത കാലത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ ശേഷം ചില രാഷ്ട്രീയ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒന്നാണെന്നാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സത്യം ഒരുപക്ഷേ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിരിക്കാം. അതായത് ഇന്നത്തെ ഈ മോഡേൺ രാഷ്ട്രങ്ങൾ കെട്ടിപ്പൊക്കിയത് പഴയ കഥകളുടെയും സിംബലുകളുടെയും ഓർമ്മകളുടെയും ഒക്കെ ഒരു ഫൗണ്ടേഷനിലാണ് എന്ന് വിശ്വസിക്കുന്നവരും ഒരുപാടുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ ഇന്നത്തെ ഈ ഗ്ലോബലൈസേഷന്റെ കാലത്ത് ലോകം ഇത്രയടുത്ത് നിൽക്കുമ്പോൾ ദേശീയതയ്ക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ഒരു വികാരം ഇപ്പോഴും ഇത്ര പവർഫുള്ളായിട്ട് നിൽക്കുന്നത്? നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ദേശീയത എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോഴേ കിട്ടുന്ന ഒന്നല്ല. അത് കാലങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന, ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ്. അതുകൊണ്ടുതന്നെ അതിന് രണ്ട് വശങ്ങളുണ്ട്. ആളുകളെ സ്വതന്ത്രരാക്കാൻ അതിനെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ മറ്റുള്ളവരെ അടക്കി ഭരിക്കാനും ഉപയോഗിക്കാം. അപ്പോ ഈ ഇന്റർനെറ്റിന്റെയും ഗ്ലോബൽ കണക്ടിവിറ്റിയുടെയും കാലത്ത് രാഷ്ട്രം എന്ന ഈ ആശയത്തിന്റെ ഭാവി എന്തായിരിക്കും? എങ്ങോട്ടാണ് ദേശീയതയുടെ ഈ പോക്ക്? ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ചോദ്യങ്ങളാണ്.